ഹായ് ഗൈസ്, ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ നമ്മൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും ഇടുന്നുണ്ടാകുക. ഓരോരുത്തർക്കും വരുന്ന സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളെല്ലാം ഞാനിതിൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോർ ആയിട്ടുള്ള ഫാക്ടറാണ് നമുക്ക് സൈക്കോളജി. അപ്പോൾ ഈ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സംസാരിക്കാൻ പോകുന്നുണ്ടാകുക ഫിയർ ഓഫ് ലൂസിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഫിയർ ഓഫ് ലൂസിങ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുണ്ടാകുക. ഇപ്പോൾ ഫിയർ ഓഫ് ലൂസിംഗ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു, ഇപ്പോൾ ഒരു ബൈ പൊസിഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ബൈ എടുത്തതിന് ശേഷം പ്രൈസ് അപ്സൈഡിലേക്ക് പോക്കാണ്. ഒരു ഗ്രീൻ ക്യാൻസ് ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം പ്രൈസ് ഒരിക്കലും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോകില്ല. ഓരോ കറപ്ഷൻസും കാര്യങ്ങളും തന്നതിന് ശേഷം മാത്രമേ അപ്സൈഡിലേക്ക് പോകുള്ളൂ, അല്ലേ? അപ്പോൾ ഈ ഒരു അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു കറപ്ഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പേടിച്ച് കൊണ്ട് നമുക്ക് ആ ഒരു ലോസ് ആവശ്യമില്ല, ഐ മീൻ ലോസിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ആ ഒരു പോർഷൻ പെട്ടെന്ന് തന്നെ സ്ക്വയർ ഓഫ് ചെയ്ത് മാറുന്നു. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ടേക്ക് പോകുന്ന സിനാരിയോസ് എല്ലാം പലപ്പോഴായിട്ടും പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? എനിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് സമയങ്ങളിൽ. അതിനുശേഷം എങ്ങനെയാണ് ഞാൻ അത് സോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഒരു രൂപ പോലും നമ്മുടെ എമൗണ്ടിൽ നിന്ന്, അതായത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കളയാൻ പറ്റില്ല. ഫിയർ ഓഫ് ലൂസിങ്, അതായത് നമുക്ക് ആ ഒരു പൈസ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തെയാണ് നമ്മൾ ഈ ഒരു സൈക്കോളജി പരമായിട്ടുള്ള ഈ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നുണ്ടാവുക. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ റിസ്ക് റിവാർഡ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു ട്രേഡിംഗ് റൂള് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് റിവാർഡ് പെർസെൻറ്റേജ് ഫിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ 1:2 ഉള്ള ഒരു ട്രേഡ് മാത്രമേ ഞാൻ പ്ലേസ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് കുറവുള്ള ട്രേഡ്സോ കാര്യങ്ങളൊന്നും നമ്മൾ പുഷ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ്, നമ്മൾ മൈൻഡിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ പ്രോഫിറ്റ്, ബ്രേക്ക് ഈവൻ അല്ലാന്നുണ്ടെങ്കിൽ ലോസ്. നമുക്ക് ഒരിക്കലും പ്രോഫിറ്റ് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു സ്റ്റേജിൽ ലോസ് എന്ന് പറഞ്ഞൊരു പാട്ടും കൂടി ഉണ്ട്. ഇത് നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത സിനാരിയോയിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫിക്സഡ് ആയിട്ടുള്ള റിസ്ക് റിവാർഡും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മെന്റാലിറ്റി കൊണ്ടുവരാം. നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 സിനാരിയോസ് ആണ് ഉണ്ടാകുക. ഒന്ന് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ലോസ്, ബ്രേക്ക് ഈവൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി റൂൾസും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കാര്യം നോട്ട് ചെയ്ത് വെച്ചു, നമുക്കൊരു 1:2 മിനിമം റിസ്ക് റിവാർഡ് വേണം. അതിനുശേഷം നമ്മൾ മെന്റാലിറ്റി കൊണ്ടുവന്നത് എന്താണ്, നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്താൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഒരു ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 3 സിനാരിയോസ് ആണ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സിനാരിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിലിംഗ് ചെയ്യാൻ പറ്റും, അല്ലെ? ഈ ഒരു ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാം നമ്മളെ മെന്റാലിറ്റിയെ കുറച്ച് കാമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്ന് മാത്രമാണ്. ഓക്കെ, ഇപ്പം പ്രൈസ് അപ്സൈഡിലേക്ക് പോയി ഒരു 1:1.5, അതായത് നമ്മളൊരു 100 രൂപ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു 50 രൂപ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലോസ് വീണ്ടും കുറച്ചുകൊണ്ട് നമുക്ക് 0 ഡ്രോ ഡൗൺ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിയർ ഓഫ് ലൂസിങ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടോ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പോയിട്ട് ഈ ഒരു കാര്യം മാറ്റിയെടുക്കാൻ പറ്റണമെന്നില്ല. ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ.